നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് BSc മാത്സ്, സൈക്കോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. BA വരുന്നത് BA ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്. പിന്നീട് വരുന്നത് BCA അതുപോലെ തന്നെ BBA. ഇത് രണ്ടും AICTന്റെ അണ്ടറിലാണ് വരുന്നത്. BCom ഇവിടെ 4 കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്: ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതുകൂടാതെ നമ്മളിവിടെ PG കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MA ഇംഗ്ലീഷും അതുപോലെ തന്നെ MCom ഫിനാൻസും ആണ് കൊടുക്കുന്നത്. ഇത്രയും കോഴ്സസ് ആണ് കോളേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലെ കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠന ഇതര മേഖലകളിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോളേജാണ്. കോളേജിലെ കുട്ടികളുടെ എണ്ണം കണക്കാക്കിയിട്ട് ഏതാണ്ട് 30-ൽ കൂടുതൽ ക്ലബ്ബുകൾ കോളേജിൽ രൂപീകരിക്കുകയും ഏതാണ്ട് എല്ലാ മേഖലകളും സ്പർശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് മത്സരവേദികളിലൊക്കെ കുട്ടികളെ ഇപ്പോൾ മത്സരിപ്പിക്കാനുള്ള പരിശീലനം കോളേജ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോളേജ് വർത്തമാന കാലഘട്ടത്തിൽ മറ്റ് കോളേജുകളുമായിട്ട് മത്സരിക്കാനും മുമ്പിൽ നിൽക്കാനും ഒക്കെ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ത്തോടൊപ്പം കലാപ്രവർത്തനത്തിലും കോളേജ് മികവുറ്റ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാമേഖലയിലുള്ള വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ക്ലബ്ബുകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് നാടക ക്ലബ്ബ്, നാടകവേദിയുടെ നേതൃത്വത്തിൽ നാടക പരിശീലനങ്ങൾ കോളേജിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ കലോത്സവങ്ങളിൽ മികവുറ്റ പാർട്ടിസിപ്പേഷന് വേണ്ടി പുറത്തുനിന്ന് തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒപ്പന, നാടകം പോലുള്ള മൈമു പോലുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി മികച്ച പ്രവർത്തനം, പാർട്ടിസിപ്പേഷൻ സീസോൺ അടക്കമുള്ള കലോത്സവങ്ങളിൽ നടത്താനുള്ള വലിയ ശ്രമം കോളേജിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠന പ്രവർത്തനത്തോടു കൂടെ തന്നെ കലാ കായിക മേഖലയിലൊക്കെ മികവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ കോളേജിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അക്കാദമിക് കാര്യം എത്രത്തോളം എത്ര നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെയാണ് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും. സ്പോർട്സിന് ഒരു പ്രത്യേക താല്പര്യമുള്ള മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മൾ പ്രധാനമായും കോസ്റ്റൽ ഏരിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളും ഇവിടെ വരുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ ബീച്ച് ഏരിയയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് സ്പോർട്സ് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം അത്തരം കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇന്ന് മയക്കുമരുന്നിനും സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള മാരക മയക്കുമരുന്നുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുമ്പോൾ, അതിൻ്റെ ഉപയോഗം വളർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്പോർട്സിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും, അതായത് ബി-സോൺ പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടാവുന്നത്, അതിലെ എല്ലാ ഐറ്റംസിലേക്കും ഗെയിംസിലേക്കും പിള്ളേരെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അതുപോലെ തന്നെ വോളിബോൾ ആയാലും ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ വ്യക്തിഗത ഇനങ്ങൾ ഇന്റർ കൊളീജിയേറ്റ് മത്സരങ്ങളുണ്ട്. അതിൽ നമ്മൾ വുഷു ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ തൈക്കോണ്ടോ, അതിനൊക്കെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. അത് തന്നെ വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള സ്പോർട്സ് എക്യുപ്മെന്റ്സും നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2013 മൗലാന കോളേജ് ആരംഭിച്ചത്. ഇന്ന് 11 UG കോഴ്സുകളും 2 PG കോഴ്സുകളും നടക്കുന്നുണ്ട്. 1500ഓളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ പഠിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ഇത് കോ കരിക്കുലർ മറ്റു കാര്യങ്ങളും നടത്തുന്ന എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ മറ്റ് വിഷയങ്ങളിലും നമ്മുടെ കോളേജ് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും ആഡ് ഓൺ കോഴ്സുകൾ. കാരണം ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ആഡ് ഓൺ കോഴ്സുകൾ. തങ്ങൾ ഡിഗ്രിയിലൂടെ തന്നെ മറ്റു മേഖലയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ എന്തായി തങ്ങളുടെ ഫ്യൂച്ചറും കരിയറും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ മൗലാന കോളേജ് അത്രയും പഠന പ്രാധാന്യം കൊടുത്ത് തന്നെ ആഡ് കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ കോഴ്സ്. കാരണം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ പഠിച്ച ഫവാസ് ഇന്ന് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കോളേജ് നൽകിയ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ PG ഡിപ്പാർട്ട്മെന്റ് ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആകാൻ പോകുന്നു. അവർക്ക് എല്ലാ പ്രാധാന്യവും കോളേജ് നൽകുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് സാധ്യത നൽകിയിട്ടുണ്ട്. വല്ലത്തോളിന് ഭവനം സന്ദർശിക്കാൻ സാധ്യത നൽകി. പിന്നെ ഒരു നാഷണൽ ലെവൽ സെമിനാറിന് കൊണ്ടുപോകാൻ കോളേജ് ഇവിടെ നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അവരുടെ ഫ്യൂച്ചർ, അവരുടെ കരിയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ കോളേജ് കാണുന്നത്. So it's going to be a very important achievement for our college. It's a golden feather for our college. And to be frank, the authority and management are giving us a lot of opportunities for the entire college itself, in the students itself, and also not only for the students,
For teachers also, they are giving all the invaluable support. It's really appreciable.